പ്രേതം എന്നുള്ള സംഭവം ഇല്ല. പക്ഷെ ഇത് ഇരുട്ടത്ത് പോയാൽ എനിക്ക് ഉള്ളതായിട്ട് തോന്നും പേടിയാണ്. ഈ ലൊക്കേഷനിടയ്ക്ക് എന്തെങ്കിലും ഹൊറർ സംഭവങ്ങൾ റിയൽ ആയിട്ട് വന്നോ? ആ മനയിൽ എൻ്റെ അടുത്ത് രാത്രി ഒരു കോടി രൂപ തരാം, അവിടെ രാത്രി ഒന്ന് ലൈറ്റും തരാം, രാത്രി കിടക്കാൻ പറഞ്ഞാൽ ഞാൻ കിടക്കില്ല. ഇത് റിയൽ സംഭവമാണ്. പക്ഷെ ആദ്യം കാണുന്നത് ഞാനൊക്കെയാണെങ്കിൽ സ്പോട്ട് ഡെത്താണ്. ഇങ്ങനെ സന്ധ്യ കണ്ട നസീർ സാറായിട്ട് പിടിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം രാത്രി കണ്ടാൽ പേടിക്കില്ലേ നിങ്ങളെ? ഉറപ്പായിട്ടും. അതാണ് പേടി. എനിക്ക് ഇരുട്ടത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പേടിയാണ്. അല്ലെങ്കിൽ ഒരു കാട്ടിനകത്തൊക്കെ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്, എന്നെ കൊണ്ട് പറ്റില്ല. അനന്തപത്രത്തിന് ശേഷം അങ്ങനെ ഒരു പടം ഞാൻ എടുത്തിട്ടില്ല. ഈ പടം ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ ഉണ്ടായ കാര്യം നമുക്കൊരു ദേവനന്ദ ഉണ്ടായതുണ്ട്. ദേവനന്ദ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അത് ഫ്യൂച്ചറിലെ മഞ്ജു വാര്യരോ ശ്രീദേവിയോ ഒക്കെ ആകാം. മഞ്ജു വാര്യരുടെ പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടിയെ ഹീറോയിൻ ആയിട്ട് പടം എടുത്ത് വിജയിക്കുന്നു പറഞ്ഞിട്ടാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എടുത്തത്. ഈ ട്രെയിലർ കണ്ടിട്ട് ഇതിൻ്റെ ഡബ്ബിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ട് തെലുങ്ക്, തമിഴ്, ഹിന്ദി എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ കന്നഡയിൽ നിന്ന് വിളിച്ച ഒരാളാണ് ചോദിച്ചു, സാർ ട്രെയിലർ പാത്തിട്ട് കാന്താരമായിട്ട് എടുക്കുക സാർ. ഞാൻ കാന്താരയിലോട്ട് നിങ്ങൾ വെട്ടും കുത്തും ഫൈറ്റും ഒന്നും പ്രതീക്ഷിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് അത്രയധികം സസ്പെൻസോടെ അത്രയധികം വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ്റെ വോയിസും കൂടി ആ ഒരു ട്രെയിലർ വന്നപ്പോഴത്തേക്കിനും മലയാളികൾ ഒന്നടങ്കം ആ ട്രെയിലർ അത്തരത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളെല്ലാം കട്ട വെയിറ്റിംഗ് ആണ് ഗു എന്ന സിനിമയ്ക്ക് വേണ്ടി. ഇന്ന് ആ ഒരു സിനിമയിൽ തന്നെ മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിൽ മനു രാധാകൃഷ്ണനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മണിയൻപിള്ള രാജു ചേട്ടനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ നിരഞ്ജ് മണിയൻപിള്ള രാജുവുമാണ്. നമസ്കാരം. നമസ്കാരം. ട്രെയിലർ ഇറങ്ങിയിട്ട് ഞങ്ങളെല്ലാം കട്ട വെയിറ്റിങ്ങും അത്രയധികം സസ്പെൻസും, എന്തൊരു ട്രെയിലർ ആയിരുന്നു അത്. മലയാളികൾ മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു ഗു എന്ന സിനിമ. അപ്പോൾ എന്താണ് ഗു എന്ന സിനിമ പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ പോകുന്നത്? ഇതൊരു എന്താ പറയുക, ഞാൻ ഇതിൻ്റെ 14ാമത്തെ സിനിമയാണ്. അപ്പോൾ ഈ ഒരു ജോണർ അനന്തപത്രത്തിന് ശേഷം അങ്ങനെ ഒരു പടം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ പടം ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ ഉണ്ടായ കാര്യം നമുക്കൊരു ദേവനന്ദ ഉണ്ടായതുകൊണ്ടാണ്. കാര്യം ഞാൻ ഈ മാളികപ്പുറം എന്നുള്ള സിനിമ ഞാൻ വേറൊരു പടമാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, മറ്റേ നമ്മുടെ ഡയറക്ടർ മനുവായിട്ട്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കുട്ടി ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആർട്ടിസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്നത്തെ സമയത്ത് പണ്ട് ഞാൻ ഇതുപോലെ മഞ്ജു വാര്യരുടെ പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടിയെ ഹീറോയിൻ ആയിട്ട് പടം എടുത്ത് വിജയിക്കുന്നു പറഞ്ഞിട്ടാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എടുത്തത്. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു, ഈ കുട്ടിയെ ഹീറോ ആയിട്ട് മെയിൻ റോളിൽ ഒരു സബ്ജക്റ്റ് എടുത്താൽ നന്നായിരിക്കും. പുള്ളി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളി കഥ നിരഞ്ജൻ്റെ അടുത്ത് പറഞ്ഞു. നിരഞ്ജ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. യൂത്തിനും ഇഷ്ടപ്പെട്ടല്ലോ. പഴയ യക്ഷി, ചുണ്ണാമ്പ് ചോദിക്കൽ, മറ്റേ കാലൻ, മാടൻ, അതൊന്നും അല്ലാതെ ഇതൊരു സബ്ജക്റ്റാണ്. ന്യൂജനൊക്കെ ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ കഥ കേൾക്കുന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പറയുന്നത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അതേസമയം ദേവനന്ദ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ മാളികപ്പുറത്തിന് ശേഷമാണ് ഈ ഒരു, തീർച്ചയായിട്ടും ആ പടം കണ്ടതിന് ശേഷമാണ്. ആ പടം കണ്ടതിന് ശേഷം ഈ കഥയെ പറ്റിയും മനു ആണെങ്കിൽ എഴുതുന്നതൊക്കെ അല്ല പുള്ളിക്കാരന് നേരത്തെ ഉള്ള തോട്ടായിരുന്നു ഈ ഒരു ഐഡിയ സിനിമയാക്കണമെന്നെങ്കിലും. പക്ഷേ ഈ കുട്ടി മെയിൻ റോളിൽ വരുന്ന സാധനം, ആ കുട്ടീന്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് അങ്ങനെ ഒരു കുട്ടി മെയിൻ റോളായിട്ട് വരുന്നുണ്ട്. അത് ആ പടം കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള സംഭവം, വേറൊരു ടോട്ടലി ഡിഫറെന്റ് കഥ. ദേവനന്ദ ഈ സിനിമയിലേക്ക് വരുന്നത് അങ്ങനെ. അതുപോലെ തന്നെ ഇപ്പം ഗുളികൻ എന്നാണ് ഇപ്പൊ ഗു എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ പേരും നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയി. ഗു, പെട്ടെന്നൊരു ഹൊറർ സിനിമ ഇനി മലയാളത്തിലേക്ക് വരികയാണ്. അപ്പൊ എന്താണ് ഈ ഗു എന്ന് പേരിടാൻ വേണ്ടിയിട്ട്? ഗുളികൻ എന്നുള്ള വളരെ പോസിറ്റീവാണ്. ഗുളികൻ ഈ വടക്കൻ മലബാർ സൈഡിലൊക്കെ എല്ലാവർക്കും അറിയാം, അവർക്ക് ഗുളികൻ അറിയാം. ആ ഗുളികനെ കുളികൻ എന്നും അവിടെ ഉള്ളവർ വിളിക്കാറുണ്ട്. അപ്പോൾ ഗുളികൻ്റെ ഗു. അപ്പോൾ നമ്മളൊരു ടൈറ്റിൽ എന്തെങ്കിലും ഒരു പൊതുവാണെങ്കിലോ, അപ്പോൾ ഗുളികൻ എന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു പേരാവും. പക്ഷേ ഇപ്പം തന്നെ ചോദിച്ചില്ല, നിങ്ങൾ ചോദിച്ചില്ലേ എന്താണ് ഗു? ആ ഒരു ഇപ്പം പിള്ളേർ പറയുമ്പോഴും അവർ ഈ ചിലപ്പോൾ ഒരു ചെറിയ പിള്ളേർ പറയുമ്പോഴത്തേക്കും ആ ഗുവിലാണല്ലോ എംഫസിസ് കൊടുത്തിട്ട് അവർക്ക് അതായിരിക്കും ചിലപ്പം അറിയാവുന്ന ആദ്യത്തെ ഗു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഗുളികൻ കഥകളൊക്കെ പണ്ട് തൊട്ടേ ഉള്ളൊരു കോൺസെപ്റ്റ്. അപ്പൊ ഐതിഹ്യമൊക്കെ എന്താണ്? നമ്മൾ ഐതിഹ്യത്തിലോട്ട് പോകുന്നില്ല. ഇവിടെ ഒരു മനയിൽ നടക്കുന്ന സംഭവങ്ങളും അതിൻ്റെ മിത്തിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു ഡയലോഗിലൊക്കെ പറഞ്ഞു പോകും. എന്താണ് ഗുളികൻ എന്ന് ആൾക്കാർ എഡ്യൂക്കേറ്റ് ചെയ്യണമല്ലോ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുളികൻ ഇങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യം ഒന്നും പറയുന്നുണ്ട് സംഭവം. പിന്നെ അതിനകത്ത് നമ്മൾ സ്പെക്ടാക്കുലറായിട്ട് ഈ പടം എടുത്തിരിക്കുകയാണ്. ഇങ്ങനൊരു പടത്തിന് എന്താ പറയുക, ടെക്നിക്കലി വളരെ ഹൈ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ്ലി റെൻറ്റുള്ള ക്യാമറയാണ്. പിന്നെ അതിൻ്റെ സൗണ്ട് സൈഡൊക്കെ എല്ലാം നല്ല ടീമിനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീ റെക്കോർഡിങ് തന്നെ 10-50 ദിവസം എടുത്തിട്ടുണ്ട്. അതിഗംഭീര റീ റെക്കോർഡിംഗ് ആണ്. പിന്നെ ഗ്രാഫിക്സ് ഉണ്ട്. എല്ലാം കൊണ്ടും ഈ പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. മറ്റേ OTT കണ്ടാലും മതിയല്ലോ സിനിമ, അല്ലെങ്കിൽ TV കണ്ടാൽ മതിയല്ലോ. ആ ഒരു സുഖം ഈ തിയേറ്ററിൽ കിട്ടുന്ന സുഖം തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറങ്ങിയ മലയാള സിനിമകളെല്ലാം തന്നെ അത്രയധികം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു ഹൊറർ സിനിമ വരും. അപ്പം ഫാന്റസിയാണ് കുട്ടികൾ ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാൻ പോണത്. കുട്ടികളും അമ്മമാരും ഒക്കെ ആയിരിക്കും കേട്ടോ. ദേവനന്ദയാണോ മെയിൻ? ദേവനന്ദയാണ് ലീഡ്. പിന്നെ സൈജു ഗ്രൂപ്പുണ്ട്,
രഞ്ജുണ്ട്, ഞാനുണ്ട്, അങ്ങനെ അശ്വതിയുണ്ട്, എല്ലാവരും പിള്ളേർ കുറെ പുതിയ പിള്ളേരുണ്ട്, അവരെല്ലാം നന്നായിട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തത്. അപ്പൊ അച്ഛന്റെ പ്രൊഡക്ഷൻസിൽ വരുന്ന ഒരു സിനിമയാണ് ഗു എന്ന് പറയുന്നത്. അപ്പം ഏത് ക്യാരക്ടറാണ് നിരഞ്ജൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? എൻ്റെ അത് മിത്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഒരു ഈ ചെറിയച്ഛൻ, ഇവരുടെയൊക്കെ ചെറിയച്ഛനാണ്, ചെറിയെന്ന് വിളിക്കും. അപ്പൊ ആ ക്യാരക്ടർ യൂഷ്വലി ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും ഫാമിലി മുതിർന്നവരും പിള്ളേരും തമ്മിൽ ഒരാൾ കാണുമല്ലോ. എന്നാൽ പിള്ളേരുടെ സൈഡിലുണ്ട് അവരുടെ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് ഈ ചെറിയച്ഛൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇവർക്കെല്ലാം ഈ മനയിലോട്ട് വരുമ്പം ഇവരെല്ലാം ഭയങ്കര ഫാസ്റ്റ് ലൈഫ്, ബോംബെയിലും ബാംഗ്ലൂരിലൊക്കെ നിന്ന് വരുമ്പം ഈ നെറ്റ്വർക്കും ഇഷ്യൂസും അങ്ങനെ ഇന്റർനെറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തതും അവരുടെ യൂഷ്വൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു ബോറടി ഉണ്ടല്ലോ, ആ ബോറടി മാറ്റാൻ പുതിയ പുതിയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ പറ്റിക്കാൻ ശ്രമിക്കുന്നൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ മുത്തശ്ശി കഥകൾ ഇല്ല, മുത്തശ്ശി ഇല്ലാതെ മുത്തശ്ശി അവസാനമായിട്ട് പറഞ്ഞത് എന്നോടായിരിക്കാം. അപ്പൊ ഞാനാണ് ഇവർക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ഇപ്പം ഗുളികൻ എന്ന് പറഞ്ഞ പണ്ട് കാലത്തുള്ള കഥകളൊക്കെയാണ്. അപ്പൊ ഇതുപോലെ അച്ഛൻ ചേട്ടൻ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ പണ്ട്? ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഥകളായി ഹൊറർ കഥകളൊക്കെ എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലും ഒക്കെ എക്സ്പീരിയൻസുകൾ കാണും. അപ്പൊ അങ്ങനത്തെ ഓർമ്മകളിൽ അച്ഛൻ സംഭവിച്ചുള്ള ചെറിയ ചെറിയ പേടിപ്പെടുന്ന കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ പറയും. ഓക്കെ. അപ്പം രാജുചേട്ടൻ ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇപ്പൊ പണ്ട് കാലത്തല്ലേ ഇങ്ങനെ വന്നപ്പോ പ്രേതങ്ങളോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? പ്രേതങ്ങളൊന്നും ഇല്ല, അതൊക്കെ ചുമ്മാതാണ്. പക്ഷെ പേടിയുണ്ട് പറയുന്നതാണ്. പ്രേതം എന്നുള്ള സംഭവം ഇല്ല. പക്ഷെ ഒരു ഇരുട്ടത്ത് പോയാൽ എനിക്ക് ഉള്ളതായി തോന്നും പേടിയാണ്. ഞാൻ ബേസിക്കലി പേടി, എനിക്ക് ഇരുട്ടത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പേടിയാണ്. അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഹോണ്ടഡ് പ്ലേസ്, പഴയ ദുർമരം എന്നുള്ളൊരു വീട്, ഈ ഷൂട്ടിംഗ് ആണെന്നിട്ട് ഇവിടുത്തെ ഞാൻ താമസിക്കില്ല. അല്ലെങ്കിൽ ഒരു കാട്ടിനകത്തൊക്കെ ഉള്ളൊരു ഗസ്റ്റ് ഹൗസ് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കതൊക്കെ ഒരു ഫിയർ എന്നുള്ള നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ ഇത്രയും പേടിയുള്ള ഞാൻ വീട്ടിൽ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടാണ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസൊക്കെ പോയി കണ്ടത്. 10 വർഷം കഴിഞ്ഞാൽ പിന്നെയും പോയി കണ്ടു. അത് കണ്ടാൽ 2-3 ദിവസം ഉറങ്ങത്തില്ല, അങ്ങനെ പേടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. പക്ഷെ അതിൽ പേടി വേറൊരു നമ്മുടെ വികാരമാണ് കേട്ടോ. നമ്മളത് ആ തിയേറ്ററിൽ ആ നിമിഷമെങ്കിലും നമ്മളൊന്ന് എൻജോയ് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തതിൽ ഏതെങ്കിലും ലൊക്കേഷനിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇത്രയും നാളുകൾക്കിടയിൽ ഇങ്ങനെ പ്രേതത്തിന്റെ അല്ല നെഗറ്റീവ് എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? പ്രേതം ഞാൻ കണ്ടിട്ടില്ല, എന്നെ വല്ല പ്രേതം കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ചുമ്മാ നമ്മളൊരു നേരിൽ വന്നാലും പേടിയാണ്. അപ്പൊ ഈ ഗുളികൻ എന്ന് പറഞ്ഞാൽ മലബാറിലുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിലൊക്കെ നമ്മുടെ യൂത്ത് ജനറേഷൻ എന്നോട് വിശ്വസിക്കുന്നുണ്ട് ഈ ഗുളികൻ കോൺസെപ്റ്റുകളും കഥകളും? ഇപ്പൊ ഈ നമ്മുടെ സിനിമയ്ക്കകത്ത് തന്നെ സജിചേട്ടന്റെ ക്യാരക്ടർ പുള്ളിക്ക് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്, പടത്തിന്റെ അകത്തുള്ളതായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ പുള്ളിക്ക് അങ്ങനത്തെ ഈ പിള്ളേരിലോട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥകൾ പിള്ളേരെ പറഞ്ഞ് അങ്ങനെ ഒരു പേടി ഉണ്ടാക്കരുത് എന്നുള്ളൊരു അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ട്രെയിലറിനകത്ത് തന്നെ പറയുന്നുണ്ട് പുള്ളി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കഥകൾ പറഞ്ഞ് പിള്ളേരുടെ മനസ്സിൽ പേടി എന്നുള്ള സാധനം ഉണ്ടാക്കരുത് എന്നുള്ള വളരെ എല്ലാം സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇപ്പം ഈ പടത്തിൽ കാണിക്കുന്ന തന്നെ പല കാര്യങ്ങളും ഇതിനൊക്കെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇത് അങ്ങനെ അല്ല, അവരങ്ങനെ പറയുന്നെങ്കിലും ഇതിന് വേറൊരു ഗ്യാസ് ഫോം ചെയ്തിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ പലതും ഇങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളും എപ്പോഴും പേടിക്കാതിരിക്കാൻ വേണ്ടി സയന്റിഫിക് എക്സ്പ്ലനേഷനിലോട്ട് പോകും, ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ എനർജി കാണാതിരിക്കില്ല. അത് എല്ലാവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ആരും അതങ്ങനെ പറയുന്നുമില്ല, അതിനെപ്പറ്റി ഡിസ്കഷൻ ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും ഒരു കൂട്ടം ഇതുപോലെ കസിൻസ് ഒക്കെ ഇരുന്ന് കൂടി ഇരിക്കുമ്പോഴായിരിക്കും കഥകളൊക്കെ എല്ലായിടത്തും നിരത്തി. എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും ഈ കഥകളൊക്കെ കേൾക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, പറയാനാണ് നമുക്ക് കുട്ടികൾക്കെല്ലാം കഥകളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ സിനിമ എനിക്ക് തോന്നുന്നു കുട്ടികളെ ഏറ്റെടുക്കുമായിരിക്കും. ഫാമിലി എന്താണെങ്കിലും ഓഡിയൻസ് അത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം വർഷങ്ങൾക്ക് മുന്നേ മണിയമ്പല രാജുചേട്ടൻ തന്നെയായിരുന്നു അനന്തഭദ്രം. അപ്പൊ അതിനുശേഷം ഇപ്പോൾ ഗു എന്ന് പറഞ്ഞ സിനിമ വരുന്നു. അപ്പം നിരഞ്ജൻ ഈ അനന്തഭദ്രം കണ്ടിട്ടുണ്ട്? ഭയങ്കര അത്രയധികം നമുക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ് അനന്തഭദ്രം. അപ്പം അതിൽ നിന്നും എന്തൊരു വ്യത്യാസമാണ് ഗു എന്ന സിനിമ, അല്ലെങ്കിൽ അതുമായിട്ട് എന്ത് സിമിലാരിറ്റി ആണ്? ടോട്ടലി ഡിഫറെന്റ് സ്റ്റോറി ലൈനും സംഭവങ്ങളാണ്. പക്ഷെ ഒരു പേടി എന്നുള്ളൊരു സംഭവം അതിലും കോമൺ ഫാക്ടർ ആയിരിക്കാം, ഇതിനും കോമൺ ഫാക്ടർ ആയിരിക്കാം. അങ്ങനെ ഒരു നമുക്ക് പേടിപ്പെടുത്തും. ഇപ്പം ആൾക്കാരെ അടിച്ച് പേടിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ കണ്ട് പേടിപ്പെടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നു. പക്ഷെ എന്നാൽ ഇതിന്റെ അകത്ത് ഫാന്റസി ഉണ്ട്. ഇതിനകത്ത് 4 പാട്ടുകളുണ്ട്, പക്ഷെ ഡയറക്റ്റ് പാടുകയില്ല, റീ റെക്കോർഡിങ്ങിനകത്തൂടെ പാട്ടുകൾ വന്നു പോകുകയാണ്. ഭയങ്കര ടൈറ്റിൽ പോലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് എടുത്തു. പിന്നെ ഹ്യൂമർ സംഭവങ്ങളും ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. ഒരു ഹൊററിന്റെ സാധനത്തിന്റെ ഇടയിൽ കൂടെ ഹ്യൂമറും അങ്ങനെയും കൂടെ പോകുന്നുണ്ട്. ഞാൻ സീരിയസ് ആണ്, സസ്പെൻസ് ആണ്, അതിനകത്ത് ഹ്യൂമർ ഉണ്ട്. കഥയുടെ കാര്യം പറഞ്ഞപ്പോ പത്മരാജൻ എൻ്റെ നക്ഷത്രങ്ങളെ കാവലിനൊരു നോവലുണ്ട്, എൻ്റെ മുകളിൽ പുള്ളി ഇങ്ങനെ അവതാരിക പോലെയുള്ള അതിനകത്ത് പുള്ളി എഴുതിയിട്ടുണ്ട്. കഥ പറഞ്ഞു തന്ന് എന്നെ ഒരു കഥ എഴുത്തുകാരനാക്കി മാറ്റിയ എൻ്റെ അമ്മയ്ക്ക് സമർപ്പണം അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും വീട്ടിലൊരു അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ട്. എനിക്ക് കഥ പറഞ്ഞു തന്നൊക്കെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ആണ്.
അത് കാരണം എനിക്ക് സന്ധ്യ കഴിഞ്ഞാൽ വെളി ഇറങ്ങാനും വയ്യാതെ പേടിച്ചിട്ട്. അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും കഥ ഓർമ്മയുണ്ടോ? അമ്മൂമ്മ പറഞ്ഞു തന്ന? അല്ല, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഞാൻ അല്ലേ ഇത് ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞവർ അല്ലാതെ ചുമ്മാ ഈ രാത്രി ആൾക്കാർ വരുന്നതും തലയില്ലാത്ത സംഭവങ്ങൾ പോകുന്നതും ഒക്കെ പറയുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് പ്രൈം മിനിസ്റ്റർ സാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 10th കഴിഞ്ഞിരിക്കുമ്പം വേറെ ഫ്രണ്ടുമായിട്ടാണ് സിനിമ വന്നത്, ചിറയൻകീഴ് ഖദീജ തിയേറ്ററിൽ. വീട്ടിൽ നിന്ന് കട്ട് ചെയ്ത് അയാളങ്ങ് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു ആ ഫ്രണ്ട്. പുള്ളി അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അയാളെ വീട്ടിൽ നിന്ന് വിട്ടില്ല, അയാൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയില്ല. അപ്പം പുള്ളി സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് പുള്ളി ഒറ്റയ്ക്ക് വീട്ടിൽ നടന്ന് നടന്നപ്പോൾ ബാക്കിൽ നിന്ന് ഒരു ചങ്ങലയുടെ കിലുക്കവും എന്നുള്ള അലർജിയുണ്ട്. പുള്ളി പേടിച്ചൊരു മരത്തിൻ്റെ മുമ്പ് വന്നപ്പം ഒരു നഗ്നയായ സ്ത്രീ മുടിയൊക്കെ അയച്ചിട്ട് ചങ്ങലയൊക്കെ ആയിട്ട് ചിലങ്കിയ പോലെയൊക്കെ ശബ്ദങ്ങളും അലറി വിളിച്ചുകൊണ്ട് ഓടി വന്നു. പുള്ളി പേടിച്ചൊരു മരത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് പുള്ളി തന്നെ കാലിക്കൂടെ മൂത്രം ഒഴിച്ചെന്ന് പറയുന്നു. അങ്ങനെ ആരുമില്ല. പുള്ളി അങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ ഈ രൂപ മുമ്പ് കൂടെ ഓടിയൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ശബ്ദം കൊണ്ട് ഒരു 10-15 ആൾക്കാർ പന്തുമായിട്ട് വരുന്നു. അപ്പോൾ ഇയാൾക്ക് ഇദ്ദേഹത്തിനൊരു ധൈര്യം തോന്നി വെളിയിൽ നിന്നപ്പം അവർ തന്നെ ഒന്ന് ചോദിച്ചു, ഇതുവഴി ചങ്ങലയായിട്ട് ഒരു സ്ത്രീ ഓടിപ്പോയി, ഭ്രാന്തിയാണ്, അത് പൊട്ടിച്ചിട്ട് ഓടിയതാണ്, ഞങ്ങൾ അന്വേഷിച്ച് പോട്ടെന്നാണ് ഓടിപ്പോകുന്നത്. അപ്പം പറഞ്ഞില്ല, ഇത് റിയൽ സംഭവമാണ്. പക്ഷെ ആദ്യം കാണുന്നത് ഞാനൊക്കെ സ്പോട്ട് ഡെത്താണ് ഇങ്ങനെ സാധനം. നസീർ സാറായിട്ട് പിടിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം രാത്രി കണ്ടാൽ പേടിക്കില്ലേ നിങ്ങളെ? ഉറപ്പായിട്ടും അതാണ് പേടി. എനിക്കൊക്കെ ആണെങ്കിലും പേടിയുള്ള ആരും പേടിച്ചു പോകും. നമ്മുടെ ഉള്ളിലുള്ള ഒരു പേടിനെ കൂട്ടുന്ന ഒരു സിനിമയായിരിക്കും തിയേറ്ററിൽ ഇരിക്കുമ്പോഴും. ഇങ്ങനെ പതുക്കെ വന്ന ഈ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഇതിനകത്ത് ഇങ്ങനെയുള്ള സിനിമ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കൽ സൈഡ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി നമ്മൾ ഏറ്റവും കൂടിയ ക്യാമറ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക് സൈഡ് ഏറ്റവും നല്ല ടീമാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ റീ റെക്കോർഡിങ് 50 ദിവസം കൂടുതൽ എടുത്തിട്ടുണ്ട്. റീ റെക്കോർഡിങ് അതിഗംഭീര റീ റെക്കോർഡിങ്. നിങ്ങൾ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ഇതൊന്നും അല്ല നിങ്ങൾ തിയേറ്ററിൽ ഡോൾബിയിൽ കാണുന്ന ഈ പടം. അതാണ് ഞാൻ ഈ പടം ഒരു കിടു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരിക്കും. അപ്പൊ ഇതിനകത്ത് പാട്ടുകളും, അതായത് ഇപ്പൊ അനന്തഭദ്ര ഇറങ്ങിയപ്പോ പല അതുപോലെ അനന്തഭദ്രത്തിലൊക്കെ തീരെ വിഷ്വലി ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല, റീ റെക്കോർഡിങ്ങിനകത്തൂടെ വന്നു പോകും. അതുപോലെ എക്സ്പീരിയൻസ് അല്ല, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്. അല്ല ഒരാൾ മരം ചുറ്റി പറയുന്നതോ ഡയറക്റ്റ് മൈക്കിൽ. പക്ഷെ ദിഗംബരനൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കി. അതുപോലെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു തെയ്യത്തിന്റെ ഒരു എഫക്റ്റ് ആണ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കഥയുടെ അല്ല, കൂടുതലും തെയ്യത്തെ മലബാർ സൈഡിലൊക്കെ തെയ്യങ്ങൾ കൂടുതലും കുറെ ഗുളിയൻ തെയ്യമുണ്ട്. അവിടെ ഗുളിയൻ തെയ്യമുണ്ട്. അതാണ് ആ ഗുളിയന്റെ നിങ്ങൾ പടത്തിൽ കാണുന്ന രൂപം അവിടുത്തെ തെയ്യത്തിന്റെ രൂപമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ചിലർ ചോദിച്ചു കാന്താര പോലെ ഇവിടുത്തെ ഉള്ളവരല്ല, ഈ ട്രെയിലർ കണ്ടിട്ട് ഇതിന്റെ ഡബിങ് റൈറ്റ്സിന് വേണ്ടിയിട്ട് തെലുങ്ക്, തമിഴ്, ഹിന്ദി എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ കന്നഡയിൽ നിന്ന് വിളിച്ച ഒരാളാണ് ചോദിച്ചു, സാർ ട്രെയിലർ பார்த்துட்டு കാന്താരമായിട്ട് എടുക്കുക സാർ. നമ്മൾ കാന്താരയിലോട്ട് നിങ്ങൾ വെട്ടും കുത്തും ഫൈറ്റും ഒന്നും പ്രതീക്ഷിക്കരുത്, ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള പടമാണ്, അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിലറിൽ ലാലേട്ടന്റെ വോയിസ്, അപ്പൊ അത് കൊണ്ടുവരാവുന്ന എങ്ങനെ ഏതൊരു നിമിഷത്തിലാണ്? അല്ല, ഇതിനകത്ത് ഇപ്പം മാളികപ്പുറം എന്നുള്ള പടത്തിൽ മമ്മൂട്ടിയാണ് അതിൻ്റെ നറേഷൻ പറഞ്ഞത്, കുറച്ചേ ഉള്ളൂ. ഇതിനകത്ത് ഗുളിയനെ കുറിച്ച് അരൂപികളെന്ന് വെച്ചാൽ രൂപമില്ലാത്ത ഇങ്ങനെയുള്ള സംഭവം അതിനെക്കുറിച്ച് ഒരു ഓതന്റിക് ആയിട്ട് ഒരു പറഞ്ഞ വിശ്വാസമുള്ള ഒരാൾ പറയണം. ഞാൻ ലാലിൻ്റെ പറഞ്ഞപ്പോൾ അതിനെന്താ ഞാൻ ചെയ്യാം. പുള്ളി ഷൂട്ടിങ്ങിന് ഇടയ്ക്കുന്ന വണ്ടിയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ അവിടെ എറണാകുളത്തെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പുള്ളി അത് ഡബ് ചെയ്തു. അതിൻ്റെ ഒരു സെൻറ്റൻസ് മാത്രം നമ്മൾ ട്രെയിലർ ഉപയോഗിച്ചിരിക്കുന്നത്, അരൂപികളുടെ ലോകം. അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സത്യത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയ്ക്കുള്ള ഒരു നേരിയ ലോകം. അത്ര അത് നമ്മളെടുത്ത് അല്ലേ നേരത്തെ അത് അതിൽ നമ്മൾ എടുത്തിട്ടിരിക്കുന്നതാണ്. എനിക്ക് ആ ട്രെയിലറിൽ ലാലേട്ടന്റെ വോയിസ് ഒരുപാട് പഞ്ചും അത് നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് ആ പറഞ്ഞ ഡയലോഗ് നമ്മുടെ മനസ്സിൽ നിൽക്കാൻ അത് ഭയങ്കര യൂസ്ഫുൾ ആയി. അതുപോലെ തന്നെ ഇപ്പം അച്ഛൻ്റെ ഒരുപാട് സിനിമകൾ നിരഞ്ജൻ കണ്ടിട്ടുണ്ടാവും. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ആക്ടിങ് കരിയർ തുടങ്ങിയപ്പം അച്ഛനെ കണ്ടിട്ട് അച്ഛനെ ഇൻസ്പയർ ആയിട്ടാണോ ഈ ഒരു? അല്ല, അച്ഛൻ്റെ തീർച്ചയായിട്ടും ആ ഒരു ഇൻസ്പിറേഷൻ കിടപ്പുണ്ട്. ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പക്ഷെ എനിക്കൊന്ന് ഞാൻ കൂടുതൽ സിനിമകൾ കണ്ട് സിനിമകളിലാണ് ഞാൻ അഭിനയത്തിനെക്കാട്ടി ആദ്യം സിനിമകളിലാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ അത് ചേട്ടനാണ് ഒരുപാട് പടങ്ങൾ വെളിയിൽ നിന്നുള്ള സിനിമകളും ഇപ്പോൾ മറ്റേ കുറച്ച് ഭയങ്കര വയലൻസ് ഒക്കെ ഉള്ള നോ കൺട്രി ഫോർ ഓൾ മാൻ എന്നൊക്കെ പറഞ്ഞ പടങ്ങളും ഒക്കെ ഞാൻ വളരെ ചെറിയ പ്രായത്തിലാണ് ഞാൻ ചേട്ടനായിട്ടിരുന്ന് കാണുന്നത്. അപ്പം അങ്ങനെ അന്നേ എല്ലാ പടങ്ങളും അങ്ങനെ കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ട് പടങ്ങളിലോട്ട്. അങ്ങനെ ആണ് ഞാൻ ആഗ്രഹം തുടങ്ങിയതും. പിന്നെ അഭിനയിക്കണം എന്നുള്ളത് ചോദിച്ച് എന്നെ അച്ഛൻ്റെ തന്നെ പടമായിരുന്നു ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന പടത്തിൽ ഞാൻ വില്ലൻ വേഷം അങ്ങനെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് കംപ്ലീറ്റ് ചെയ്തു, മാസ്റ്റേഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബോബി എന്ന് പറഞ്ഞ പടം വന്നിട്ട് ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്ത് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നല്ല സാധനങ്ങളിലോട്ടൊക്കെ എത്തിയത്. അതെ അതെ, സമയമെടുത്തു. എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയി നിൽക്കുമായിരുന്നു സിനിമ. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഗൂയിലേക്കാണ്. ഇനി വരാൻ പോകുന്നത് അടുത്ത അതൊരു സീരീസ് ആണ്. അതൊരു ഗംഭീര ഇപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്നത്. അപ്പൊ ഈ സിനിമയിലേക്കൊക്കെ വന്ന സമയത്ത് അച്ഛൻ എന്താണ് ഒരു ഉപദേശം തന്നത്? അച്ഛന്റെ ഉപദേശങ്ങളെല്ലാം മറ്റേ സമയം പാലിക്കൽ,
അല്ലെങ്കിൽ കൃത്യനിഷ്ഠമാണ്. ഒരു സെറ്റിൽ ഡിസിപ്ലിൻ. അഭിനയത്തിൻ്റെ കാര്യം ഞാൻ ഒന്നും പറഞ്ഞില്ല ഇന്നുവരെ. ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പാടില്ല, നമ്മൾ ബിഹേവിങ് ടൈപ്പിൽ അഭിനയിക്കണം. അല്ലാതെ അഭിനയിക്കാൻ വേണ്ടി പിരിയം പൂക്കുക അങ്ങനെ അതൊന്നും നാടകമൊന്നും അല്ല സിനിമ. ഡയറക്ടേഴ്സൊക്കെ മിടുക്കന്മാരാണ്, അവർ പറഞ്ഞു തരും അങ്ങനെ ചെയ്താൽ. പക്ഷേ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. കൃത്യസമയത്ത് രാവിലെ ഏർലി മോർണിംഗ് വരണം, അവരെത്ര സമയം പറഞ്ഞാലും കൂടെ നിൽക്കണം, അതെല്ലാം ചെയ്യണം. അല്ല, ഇപ്പം രാജേട്ടനാണല്ലോ സിനിമ വന്നത്, ഒത്തിരി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ, അതിന്റെ ആവശ്യം വന്നിരുന്നില്ല. അപ്പൊ അത് ഭയങ്കര ഈസി വേ ആയിരുന്നു അത് അഭിനയിക്കാനും? തീർച്ചയായിട്ടും എല്ലാ നടന്മാരുടെ മക്കൾക്കും അതൊരു ഈസി ആയിട്ടുള്ള വഴിയാണ്. കാരണം അവരുടെ അച്ഛന്മാര് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്നവരാണ്. പക്ഷെ അവിടെ നിൽക്കാന്നുള്ളത് നിലനിൽപ്പ് എന്നുള്ള സംഭവമാണ് സെക്കൻഡറി. ഇപ്പം ഞാൻ പറഞ്ഞു, പുറത്തുനിന്ന് വരുന്നവർക്ക് രണ്ട് ബുദ്ധിമുട്ടുകളാണ്. ഇത് കഷ്ടപ്പെട്ട് വരികയും ചെയ്യണം, നിൽക്കാനുള്ള ഇതും വേണം. നമ്മളപ്പോൾ ഈ എത്തുന്നത് ഓക്കെയാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്നത് ആൾക്കാരുടെ ഇഷ്ടം. ഇപ്പൊ ഓഡിയൻസ് വിചാരിച്ചാലേ നടക്കുള്ളൂ. അച്ഛനോ അവരെ ആരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അതൊരു വേറൊരു സംഭവം തന്നെയാണ്. അത് നമുക്കൊന്നും ചോദിച്ചു വാങ്ങിക്കാൻ പറ്റും. അത് ശരിയാണ്. ഇപ്പൊ ഏത് ജോണർ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? ഇപ്പം ഗൂ എന്ന് പറഞ്ഞ സിനിമ ഹൊറർ, ഏത് അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനൊന്നുമില്ല. നല്ല നല്ല പടങ്ങൾ, നല്ല സിനിമകളുടെ ഭാഗം ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഭിനയിക്കാൻ. അപ്പൊ കാണാനൊക്കെയോ ഏത് സിനിമകൾ? എല്ലാ ജോണറും കാണും ഞാൻ, എല്ലാ ജോണർ പടങ്ങളും. അപ്പൊ അച്ഛന്റെ ആളുടെ തമാശകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഈ സിനിമയ്ക്കകത്ത് ഫുള്ളും സീരിയസ് സീരിയസ് പറഞ്ഞാലും തമാശകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ വേറെ ടീമിന്റെയാണ് തമാശ. ഇതിനകത്ത് കുറെ കുട്ടികളുണ്ട് സീരിയസ് ആയി ഇതിനകത്തല്ലേ? അല്ല, ഞാനൊരു അമ്മാവനായിട്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഗുളികൻ ഐതിഹ്യം ഒക്കെ പറയുന്ന രീതിയിൽ? അതിനകത്ത് അങ്ങനെ ആ ഏരിയയിലൊന്നും ഞാൻ വരുന്നത്. ഞാൻ വേറൊരു പുള്ളി ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് പുള്ളി നാട്ടിൽ വരുന്നുണ്ട്. ഈ അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്, അത് കാണാൻ വരുന്നതാണ്. സൈചേട്ടന്റെ ക്യാരക്ടർ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, ബോംബെയിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പൊ എല്ലാവരും പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഈ മനയിൽ ഫാമിലി ആയിട്ട് ഒരു വെക്കേഷൻ സമയത്ത് വരുന്നതാണ്. അപ്പൊ അവിടെ ഒരു പൂജയുണ്ട്, പൂജ അറ്റൻഡ് ചെയ്യാനൊക്കെയാണ് ഞാനും ഫാമിലി വന്നത്. എല്ലാം വരുന്നത്. ഇതിൽ ഗ്രാഫിക്സിന്റെ ഒക്കെ ഒരു റോള് ഒരുപാടുണ്ട്. VFX ഭയങ്കര മേജർ സംഭവമുണ്ട്. പിന്നെ ഇതിനകത്ത് ഡയറക്ടർ വരുന്നത് മനു ആണ്. മനുവിന്റെ ഒരു ഡയറക്ഷൻ ഇതിനകത്ത് എങ്ങനെയാണ്? പുള്ളി ഭയങ്കര കാമാണ്. പക്ഷെ പുള്ളിയുടെ സ്ക്രിപ്റ്റും കൂടെ ആയതുകൊണ്ട് പുള്ളി ഭയങ്കര ആക്യുറസിയാണ്. എന്തൊക്കെ വേണം എന്നുള്ള സാധനം പുള്ളിക്ക് അറിയാം, എന്ത് വേണം എന്നുള്ളത് അറിയാം. എത്ര ദിവസത്തെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ഗൂ? മെയിൻ ആയിട്ട് എവിടെ ആയിരുന്നു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ? ലൊക്കേഷൻ പട്ടാമ്പിയിലായിരുന്നു. നമ്മള് 30 ദിവസം ഷൂട്ട് ചെയ്തു. 30 ദിവസത്തില് പട്ടാമ്പി മാത്രം? പട്ടാമ്പിയും അതിന്റെ പരിസരത്തും. മനയാണ് മെയിൻ, അതുകൊണ്ട് നമുക്ക് അധികം ദിവസം വേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഇത് ലൊക്കേഷൻ ഷിഫ്റ്റിന് തന്നെ അഡീഷണൽ വേറെ 10-15 ദിവസം. അതിന്റെ അടുത്ത് തന്നെ നമുക്ക് ഈ പാടങ്ങള്, ഫോറസ്റ്റ് പോലെയുള്ള ഏരിയകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലൊക്കേഷനിടയ്ക്ക് എന്തെങ്കിലും ഹൊറർ സംഭവങ്ങൾ റിയൽ ആയിട്ട് വന്നോ? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ആ മനയിൽ എൻ്റെ അടുത്ത് രാത്രി 1 കോടി രൂപ തരാം, അവിടെ രാത്രി ഒന്ന് ലൈറ്റും തരാം, രാത്രി കിടക്കാൻ പറഞ്ഞാൽ ഞാൻ കിടക്കൂല. ആണോ? എനിക്ക് പറ്റില്ല അതൊന്നും. അവരൊക്കെ 1 കോടി രൂപ ഒന്ന് കിടക്കും, ഞാൻ കിടക്കും. അവിടെ ഭയങ്കര കുറച്ച് അവിടെ ഒരു മച്ചിലൊക്കെ കയറുമ്പോൾ തന്നെ ഭയങ്കര പിച്ച് ബ്ലാക്ക്. അവിടെ ഏറ്റവും മുകളിലത്തെ ബ്ലാക്ക് ഒരു ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒരു മുറിക്കകത്ത് നിറച്ച് പോകാലുണ്ട്, ടക്കടക്കടന്ന് പറക്കുന്നതാണ്. പക്ഷെ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു ഈർനെസ് നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ട് പിന്നെ അധികം സഹിച്ച് അവിടെ ഇഷ്ടം പോലെ പുരയിടത്തിൽ പാമ്പുകളുണ്ട്. അങ്ങനത്തെ ഷൂട്ടിംഗ് മാറ്റി വെക്കേണ്ട വെതറോ അങ്ങനെ എന്തെങ്കിലും? മഴ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ തരണം ചെയ്ത് തന്നെ വലിയ പ്രശ്നമില്ല. നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ. പിന്നെ ഈ സിനിമയുടെ മെയിനായിട്ടും ദേവനന്ദയാണ്. അപ്പൊ ദേവനന്ദ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു സിനിമയിൽ? ദേവനന്ദയിൽ ഞാൻ പറഞ്ഞ ആദ്യമായി പറഞ്ഞില്ല, ദേവനന്ദയിൽ സിനിമയില്ല. ആ കുട്ടി ഇതിനകത്ത് ഷൈനയാണ്. മാളികപ്പുറത്തിന് ശേഷം അതേ ഭയങ്കര പെർഫോമൻസ്. ഫ്യൂച്ചറിലെ മഞ്ജു വാര്യരോ ശ്രീദേവിയൊക്കെ ആകാം. അത്തരത്തിലുള്ളൊരു ഭയങ്കര റേഞ്ചാണ് ആ കുട്ടിക്ക് ഈ പ്രായത്തിൽ തന്നെ. ഇതൊക്കെ ദൈവത്തിന്റെ ചില അംശങ്ങളുണ്ടാവും ചിലർക്ക്. അങ്ങനെ ദൈവാംശമുള്ള കുട്ടിയാണ് ദേവനന്ദ. അതുപോലെ പാട്ടുകളും ഒരുപാടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പം ഹൊറർ ഞങ്ങളെല്ലാം കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു പടം കണ്ടിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ സൗണ്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആവാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. എനിവേ ഞങ്ങൾ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഗുളികൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫോം നമ്മൾ ഗൂ എന്നാണ് ഈ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു.